ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. അങ്ങനെ ദേവിയാണ് പിന്നെ കാണിക്കുന്നത്. ദേവി ഗോമതി സ്റ്റോറിലിരുന്ന് കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകാശ് കസ്റ്റമേഴ്സിന് സാധനമൊക്കെ എടുത്തു കൊടുക്കുക. തൊട്ടടുത്ത് തന്നെ രാമേട്ടനും ഉണ്ട്. അല്ല, ഈ ബാലനിത് എവിടെ പോയി കിടക്കുക എന്ന് രാമേട്ടൻ പറയാം. എന്താ രാമേട്ടൻ ചോദിച്ചേ? അല്ല, ബാലനെ ഇതുവരെയും കണ്ടില്ലല്ലോ, അവൻ ഇത്രയും വരാൻ കടയിലേക്ക് വൈകുന്നതൊന്നും അല്ലല്ലോ എന്ന് പറയാം. അത് ബാലച്ചൻ എവിടെ പോയതാണെന്ന് അറിയില്ല, രാവിലെ തന്നെ അനുശ്രീയെ അമ്മയും കൂട്ടിക്കൊണ്ട് എവിടേക്കോ പോയതാ എന്ന് പറയാം. എവിടേക്കോ പോയെന്നോ? എവിടെ പോയെന്ന് നിങ്ങളോട് ആരോടും പറഞ്ഞില്ലേ എന്ന് രാമേട്ടൻ ചോദിക്കാം. ഇല്ലെന്നേ, ഞങ്ങളോട് ആരോടും ഒരക്ഷരം പറഞ്ഞില്ല, എവിടെ പോവാന്നോ എന്തിനു പോയതാണെന്നോ എന്നൊന്നും. അപ്പം പെട്ടെന്ന് ആകാശ് പറയാം, അങ്ങനത്തെ നല്ല ശീലങ്ങളൊന്നും ഗോമതി സ്റ്റോർ ബാലൻ ഇല്ലല്ലോ എന്ന് പറയാം. ദേ ആകാശേ, ബാലച്ചനെ കളിയാക്കുന്നത് നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ എന്ന് ദേവി പറയാം. ഇതൊന്നും ഒന്നുമല്ല മോളെ എന്ന് രാമേട്ടൻ പറയാം. ധർമ്മനും ഇവനും കൂടി വഴക്കുണ്ടാക്കുന്നത് മൊത്തം ഈ ഒരു കാര്യത്തിനായിരുന്നു എന്ന് പെട്ടെന്ന് രാമേട്ടൻ പറയാം. അപ്പം ധർമ്മൻ്റെ കാര്യം കേൾക്കുമ്പോൾ ദേവിക്ക് വല്ലാതെ ആവുകയാണേ. അപ്പം നമ്മുടെ ആകാശിൻ്റെ മുഖഭാവവും മാറുക. കളിച്ചും തിരിച്ചും ഒരുമിച്ച് കടയിൽ നിന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക. ധർമ്മൻ്റെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ടെന്നൊക്കെ വിചാരിക്കും. എന്നാൽ ദിവസത്തിൽ എത്ര ദിവസം അവനെ ഓർക്കുന്നുണ്ടെന്നറിയാവോ എന്ന് രാമേട്ടൻ പറയണേ. പാവം, അവനുണ്ടായിരുന്നപ്പം എന്ത് രസമായിരുന്നു. അവനിവിടെ ഉള്ളപ്പം കളിയും ചിരിയും തമാശയും ഒക്കെ ആയിട്ട് സമയം പോകുന്നത് അറിയത്തേയില്ല. നിങ്ങൾ വിഷമിക്കാതിരിക്കുക, അവൻ തിരിച്ചു വരും. തെറ്റിദ്ധാരണകളൊക്കെ മാറി അവൻ വരൂന്നേ എന്ന് വീണ്ടും പറയാം. നമ്മുടെ ധർമ്മനല്ലേ അവൻ. നമ്മളൊന്ന് കൂടെയില്ലാതെ എത്ര കാലമെന്ന് വെച്ചാൽ അവൻ മാറി നിൽക്കാൻ കഴിയും എന്ന് രാമേട്ടൻ പറയാം. അവൻ തിരിച്ചു വരും. അവൻ തിരിച്ചു വരുന്ന ദിവസത്തിന് വേണ്ടിയാ ഞാനും കാത്തു നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് മാമനൊന്ന് തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്ന് ദേവി പറയാം. അതൊക്കെ നടക്കും മോളെ. അല്ലടാ ആകാശേ എന്ന് പറയാം. നിന്നോട് ബാങ്കിൽ പോകണമെന്ന് ബാലൻ പറഞ്ഞിരുന്നതല്ലേ? അയ്യോ, ഞാനത് മറന്നു എന്ന് പറയാം. ഞാനത് മറന്നിട്ടില്ലേ എന്ന് ദേവി പറയും. ദേ, ബാങ്കിൽ ഇടാനുള്ള പൈസ കൃത്യമായിട്ട് എണ്ണിപ്പെറുക്കി റബ്ബർ ബാൻഡ് ഇട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയാം. ബാലച്ചൻ വരുന്നതിന് മുന്നേ ബാങ്കിൽ പോയി പൈസ അടച്ചിട്ട് വാ എന്ന് ആകാശിനോട് പറയാം. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ആ മോളെ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉദയഭാനു കടന്നു വരികയാണേ. എന്നിട്ട് ദേവിയുടെ അടുത്തേക്ക് ഇരിക്കുക. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദേവി കണ്ണുരുട്ടി അച്ഛനെ നോക്കുക. അപ്പോൾ ആകാശം തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. രാമേട്ട, ആകാശേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുക. സുഖമായിട്ടിരിക്കുന്നു എന്ന് രാമേട്ടനപ്പം പറയണേ. അല്ല, അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പെട്ടെന്ന് ആകാശ് ചോദിക്കും. ഇല്ല, ഞാനേ ആഫ്രിക്കയിലായിരുന്നു എന്ന് പറയാം. അപ്പോൾ ദേവി വീണ്ടും അച്ഛനെ തന്നെ സൂക്ഷിച്ചു നോക്കുക. ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ എന്ന് പറയണം. പെട്ടെന്ന് പൈസ എടുത്ത് ആകാശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ദാ പൈസ, ഇതുകൊണ്ട് ബാങ്കിൽ ഇട്ടിട്ട് വാ എന്ന് ദേവി പറയാം. അപ്പോൾ പൈസ കാണുന്ന ഉദയഭാനു അത് തന്നെ നോക്കുക. ഇവിടെ അടുത്ത് നമ്മളൊരു പ്രോപ്പർട്ടി മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടേ. കഴിഞ്ഞ ദിവസം കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് നോക്കാനായിട്ട് ഇറങ്ങിയതാ. അങ്കിളെ, എനിക്കൊന്ന് ബാങ്ക് വരാൻ പോകണം, ഞാനൊന്ന് പോയിട്ട് വരാം. ഓക്കെ ശരി അടുത്തി എന്നും പറഞ്ഞ് ആകാശ് പെട്ടെന്ന് തന്നെ ആ പൈസയായിട്ട് പോവുക. മിനിമം ഒരു 30,000 രൂപയെങ്കിലും അത് കാണും. നേരത്തെ വരേണ്ടതായിരുന്നു, അടിച്ചുകൊണ്ട് പോകായിരുന്നു എന്ന് ഉദയഭാനു മനസ്സിൽ ചിന്തിക്കുക. പെട്ടെന്ന് ദേവി ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട് ഉദയഭാനുവിനെ വിളിക്കുക. എന്താ ഉദ്ദേശം, എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുക. ദുരുദ്ദേശം ഒന്നുമില്ല മോളെ, ഇപ്പം ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ, അതെന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് ദേവി ഉദയഭാനുവിനോട് ചോദിക്കുക. ഏയ് മോളെ, അച്ഛന് നിന്നെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ അല്ലേ ഈ ഓടി ഓടി വരുന്നത്, അതൊരു തെറ്റാണോ? അപ്പം എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നതല്ലേ എന്ന് ചോദിക്കാം. പിന്നല്ലാതെ എന്ന് പറയാം. പെട്ടെന്ന് രാമേട്ടൻ അടുത്തോട്ട് വരികയാണ്. എന്താ അച്ഛനും മോളും കൂടി ഒരു രഹസ്യം പറിച്ചില്ല എന്ന് ചോദിക്കാം. അതെ, ചുമ്മാ ഞാനൊരു സ്ഥലം നോക്കി വെച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ആനന്ദിൻ്റെ പേരിൽ വാങ്ങിച്ചോട്ടെ എന്ന് ഞാൻ മോളോട് ചോദിക്കുമായിരുന്നു. ഇവള് സമ്മതിക്കുന്നില്ല എന്ന് പറയാം. അച്ഛൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ മോളെ എന്ന് രാമേട്ടൻ പറയാം. നീ എന്തിനാ എതിർക്കുന്നത്? പിന്നല്ലാതെ അങ്ങനെ അങ്ങ് പറഞ്ഞുകൂട് രാമേട്ട എന്ന് പറയാം. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ടോ? അതിൽ നിന്നൊരു ചില്ലി പൈസ ഇവക്കും വേണ്ട, ഇവളുടെ ഭർത്താവിനും വേണ്ട. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? ഞാൻ ഈ സ്വത്തൊക്കെ പിന്നെ ആർക്ക് വേണ്ടിയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയാം. രാമേട്ടൻ അറിയോ, സത്യത്തിൽ വേദനിക്കുന്ന ഒരു കോടീശ്വരനാ എന്നും പറഞ്ഞ് തലയിൽ കൈയും കൊടുത്തിരിക്കുക. അച്ഛൻ്റെ ഈ അഭിനയം കാണുമ്പം ദേവിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വീണ്ടും അച്ഛനെ സൂക്ഷിച്ചു നോക്കുക. ഞാൻ ഈ ഡയലോഗ് മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് രാമേട്ടൻ ഇങ്ങനെ ചിന്തിക്കുക. പെട്ടെന്ന് ദേവി രാമേട്ടനോട് ചോദിക്കും. രാമേട്ടന് ചായ വേണമെങ്കിൽ കുടിക്കാൻ പോയിട്ട് വാ എന്ന് പറയാം. എങ്കിൽ പിന്നെ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് രാമേട്ടനും കടയ്ക്ക് പുറത്തേക്ക് അങ്ങ് പോവുകയാണ്. അതെ, എന്നെ കാണാനല്ലേ അച്ഛൻ ഇങ്ങോട്ട് വന്നത്?
എന്നെ കണ്ടല്ലോ, ഇനി പൊയ്ക്കോ എന്ന് ദേവി പറയാം. അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ മോളെ? പിന്നെ എന്ന് ചോദിക്കാം. കുറച്ച് നേരം മോളോട് സംസാരിച്ചിരുന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പൊയ്ക്കോളാം എന്നും പറഞ്ഞ് ഉദയഭാനു അവിടെ ഇരിക്കുകയാണേ. എന്നിട്ടൊരു പേപ്പർ എടുക്കുക. ഇതെന്താ ലിസ്റ്റോ എന്ന് ദേവി ചോദിക്കാം. അല്ല മോളെ, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. സാധനങ്ങൾ വേണമെങ്കിൽ കാശ് കൊടുത്തത് മേടിക്കണം എന്ന് ദേവി പറയാം. അല്ല മോളെ, ഇവിടെ ഇപ്പം കട നിറച്ച് സാധനങ്ങൾ ഇരിക്കുകയല്ലേ, പിന്നെ എന്തിനാ പ്രത്യേകിച്ച് കാശ് കൊടുത്ത് ഞാൻ മേടിക്കുന്നത്? ഇതൊക്കെ വെറുതെ ഇരിക്കുമല്ലേ. ഇനിയിപ്പം വേറെ ഏതെങ്കിലും കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചെന്ന് പറഞ്ഞാൽ നിനക്കത് വിഷമം വരില്ലേ? എനിക്കെന്ത് വിഷമം വരാൻ? എനിക്ക് ഒരു വിഷമവും വരില്ല. അച്ഛൻ തൽക്കാലം ലിസ്റ്റ് ചുരുട്ടി പോക്കറ്റ് തന്നെ വെച്ചോ, അതായിരിക്കും നല്ലത്. പൈസ ഇല്ലാതെ ഇവിടുന്ന് ഒരു സാധനം ഞാൻ തരത്തില്ല എന്ന് ദേവി തീർത്ത് പറയാണ്. അയ്യോ മോളെ, അങ്ങനൊന്നും കടുത്ത വാക്ക് പറയരുത്. നിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറയണം എന്ന് വീണ്ടും പറയാം. കഴിഞ്ഞ തവണ ഇവിടുന്ന് ബൂസ്റ്റ് എടുത്ത് തന്നപ്പോഴേ ഞാൻ കഷ്ടകാലത്തൊരു പറഞ്ഞു പോയി, ഇതിൻ്റെ കാശ് ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് കൊടുത്തേക്കാൻ ബാലച്ചനെന്ന്. അത് വലിയ താമസമില്ലാതെ ഇത്രയും വലിയൊരു ലിസ്റ്റുമായിട്ട് അച്ഛൻ വരുമെന്ന് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഇങ്ങ് എത്തി എന്നുള്ളതാ. അല്ല മോളെ, അത് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. അച്ഛാ, 1 മാസം തികയുമ്പോൾ ബാലച്ചൻ എനിക്ക് ശമ്പളം തരും. അത് കേൾക്കുമ്പോൾ ഉദയഭാനുവിന് സന്തോഷം വരിക. ഇന്നിപ്പോൾ എത്രയാ? 20 ആയിട്ടുള്ളൂ. 1-ാം തീയതി ആകുമ്പം എനിക്ക് ശമ്പളം തരും എന്ന് ദേവി പറയാം. അച്ഛനൊരു 2-ാം തീയതി ഇങ്ങോട്ട് വന്നാൽ മതി. ശമ്പളം കിട്ടുന്ന മുഴുവൻ പൈസയും ഞാൻ അച്ഛനങ്ങോട്ട് തന്നേക്കാം എന്ന് പറയാം. എങ്ങനെയുണ്ട് ഐഡിയ? പിന്നെ അവളുടെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കണ്ടേ, പിന്നെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ ആ പൈസ വെച്ച് അച്ഛൻ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചോ എന്ന് ദേവി പറയാം. എന്നാൽ പിന്നെ അച്ഛൻ പോയിട്ട് 2-ാം തീയതി വരാം. അല്ല മോളെ, ഏകദേശം നിനക്ക് എത്ര രൂപ ശമ്പളം കിട്ടും എന്ന് ചോദിക്കാം. എനിക്കൊരു 50,000 രൂപയെങ്കിലും കിട്ടും എന്ന് പെട്ടെന്ന് ദേവി പറയാം. 50,000 രൂപ ശമ്പളോ? പിന്നെ നീ ഉറപ്പായിട്ടും 2-ാം തീയതി കാശ് തന്നേക്കണം കേട്ടോ എന്ന് പറയാം. നീ രാപ്പകലില്ലാതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതാ. നല്ല ശമ്പളം രൊക്കം പറഞ്ഞ് മേടിച്ചോണം. ശമ്പളത്തിൻ്റെ കാര്യമൊക്കെ എനിക്ക് നോക്കാൻ അറിയാം. ഇപ്പം അച്ഛൻ ഇവിടെ നിന്ന് പൊയ്ക്കോ, എന്നിട്ട് 2-ാം തീയതി പെട്ടെന്ന് ഇങ്ങ് വന്നാൽ മതി. അതല്ലേ അതിൻ്റെ ഒരു ശരി എന്ന് ചോദിക്കാം. ഇവളൊന്നും മാറുന്നില്ലല്ലോ, എങ്ങനെയെങ്കിലും കുറച്ച് കാശടിച്ചു മാറ്റിക്കൊണ്ട് പോകാമെന്ന് വെച്ചാൽ അതും നടക്കുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദയഭാനു. എന്താ അച്ഛൻ ചിന്തിക്കുന്നേ? എന്തോ കുരുട്ടാലോചിച്ചുകൊണ്ടിരിക്കുക. മോളെ, അതെ ഇരിക്കുന്ന ആ ബിസ്ക്കറ്റ് ഒരെണ്ണം എടുത്ത് തരുമോ എന്ന് ചോദിക്കുക. അപ്പം ദേവി അങ്ങോട്ട് നോക്കുകയാണ് കേട്ടോ. അച്ഛ, മനുഷ്യനെ ഇങ്ങനെ നാണം കെടുത്തല്ലേ, കൊതി കൊണ്ടല്ലേടി എന്ന് വീണ്ടും പറയാം. അപ്പോൾ ഉദയഭാനുവിൻ്റെ ആ സംസാരം കേൾക്കുമ്പം ദേവിക്ക് പാവം തോന്നുക. പെട്ടെന്ന് ഒരു ബിസ്ക്കറ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോവുക. ഉദയഭാനുവിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ് കേട്ടോ. ദേവിയെ എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് കാശടിച്ചുകൊണ്ട് പോകണം. അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഡ്രോ തുറക്കുക. അപ്പം ഡ്രോ തുറക്കുമ്പം അതിനകത്ത് അധികം കാശൊന്നുമില്ല. അയ്യോ, ഇതിനകത്ത് കാശൊന്നും ഇല്ലേ എന്ന് ഉദയഭാനു ഇങ്ങനെ വീണ്ടും നോക്കുവാണ്. ഒന്നുകൂടി എടുത്തോ മോളെ, 2 ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, ഒരെണ്ണം അമ്മയ്ക്കും കൊടുക്കാം എന്ന് ഉദയഭാനു പറയാം. പെട്ടെന്ന് ദേവി ഒരു ബിസ്ക്കറ്റ് നോക്കുക. എടുക്കാൻ പാകത്തിന് കാശൊന്നും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ആ ഡ്രോ പതിയെ അങ്ങോട്ട് അടയ്ക്കുവാണ് കേട്ടോ. എന്നിട്ട് പതിയെ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുക. കഷ്ടമായി പോയി, ഉണ്ടായിരുന്ന കാശ് മുഴുവനും അവൻ പെറുക്കിക്കൊണ്ട് പോയല്ലോ. ജസ്റ്റ് മിസ്. കുറച്ച് സമയം നേരത്തെ വരേണ്ടതായിരുന്നു എന്ന് പറയാണ് കേട്ടോ ഉദയഭാനു മനസ്സിൽ. 2 കൂട് ബിസ്ക്കറ്റ് ഉണ്ട്, ഇതുമായിട്ട് പെട്ടെന്ന് പൊയ്ക്കോ, സമയം കളയണ്ട, സ്റ്റാൻഡ് വിടാൻ നോക്ക് എന്ന് പറയാം. മോളെ എന്ന് വീണ്ടും ചോദിക്കുക. ഒരു 1/2 മണിക്കൂർ മുന്നേ വരേണ്ടതായിരുന്നു എന്ന് വീണ്ടും ഉദയഭാനു ഇരുന്ന് ചിന്തിക്കുക. അച്ഛൻ കുറേ സമയമായല്ലോ ഈ ചിന്തിച്ചു കൂട്ടുന്നു. എന്താ എന്ന് ചോദിക്കുക. ഒന്നുമില്ല. എന്നാൽ പിന്നെ അച്ഛൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുക. പൊയ്ക്കോ, ബിസ്ക്കറ്റൊക്കെ തന്നില്ലേ, പൊയ്ക്കോ എന്ന് പറയാം. അപ്പോൾ ഉദയഭാനു വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു പോവാണ്. ബിസ്ക്കറ്റെങ്കിൽ ബിസ്ക്കറ്റ്, കിട്ടിയതും കൊണ്ട് പോയേക്കാം എന്ന് ഉദയഭാനു മനസ്സിൽ പറയാം. ഇതേസമയം ദേവിക്ക് സംശയം തോന്നുക. എന്തോ ഉടായ്പ മണക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ചിന്ത വരുന്നുണ്ട്. ഇതേസമയം കൃഷ്ണമംഗലത്തേക്ക് പോലീസുകാരെത്തുകയാണ് കേട്ടോ. എന്നിട്ട് അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ അച്യുതൻ ഇറങ്ങി വരിക. അയ്യോ, സാർ ഇങ്ങോട്ട് വന്നോ? ഞാൻ സാറിനെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുമായിരുന്നു. ഒരു ക്രഷർ യൂണിറ്റിനെതിരെ ഒരു നാട്ടുകാർ പരാതി തന്നു അല്ലേ എന്ന് ചോദിക്കുക. എൻ്റെ പൊന്നു സാറേ, ഈ നാട് രക്ഷപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ? കുറേ പരിസ്ഥിതിവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. അവരൊന്നും ഒരിക്കലും വികസനം കൊണ്ടുവരില്ല. പാറ പൊട്ടിക്കാൻ പാടില്ല, പക്ഷെ വീട് കെട്ടണം. മണൽ വാരാൻ പറ്റില്ല, പക്ഷെ ഫ്ലാറ്റ് കെട്ടിപ്പൊക്കണം. എന്തൊക്കെയാ അല്ലേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ചിരിക്കുക.
അനന്തേട്ട എന്ന് പറഞ്ഞ് അച്യുതൻ വിളിക്കുക. ദേ നമ്മുടെ CI സാറ് വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞ് അനന്തനപ്പം ഇറങ്ങി വരിക. അല്ല ആരിത്, സാറോ? സാർ ഇരുന്നാട്ടെ എന്ന് അപ്പം അച്യുതൻ പറയാണ്. അനന്തനടുത്തേക്ക് ചെല്ലുക. നമസ്കാരം സാർ. സാറെന്താ ഇവിടെ? നമ്മുടെ ക്രഷർ യൂണിറ്റിനെതിരെ പരാതി അന്വേഷിക്കാൻ വന്നതായിട്ടാ എന്ന് പറയാം. എന്ന് ആര് പറഞ്ഞു എന്ന് ആ പോലീസുകാരൻ ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ അതിനുവേണ്ടി വന്നതല്ലേ സാർ എന്ന് അനന്തൻ ചോദിക്കുക. എന്താ സാർ കാര്യം? ഇവിടുത്തെ അലോകിനെ അറസ്റ്റ് ചെയ്യാനാ ഞങ്ങൾ വന്നത് സാർ എന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുക അച്യുതൻ. പെട്ടെന്ന് പെൺപടകളെല്ലാവരും ഹാളിലേക്ക് വരിക. അപ്പം അറസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ രാജശ്രീ അയ്യോ എന്നും പറഞ്ഞുകൊണ്ടാ ഓടി വരുന്നത്. എന്താ പ്രശ്നം എന്ന് ഇന്ദിരാമ്മയും ചോദിക്കുക. എന്താ കാര്യം എന്ന് രാജശ്രീയോട് ചോദിക്കുക. അപ്പം അനന്തൻ പറയും, അല്ല സാറേ, അവൻ എന്തു കുറ്റമാണ് ചെയ്തത് എന്ന് ചോദിക്കുക. അവനെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പോലീസുകാരൻ പറയൂട്ടോ. പരാതിയോ? വിശ്വാസവഞ്ചന, സ്ത്രീ പീഡനം, അങ്ങനെ എല്ലാം പരാതിയിൽ എഴുതി ചേർത്തിട്ടുണ്ട് സാറേ. അവനൊരു ആരോ വെറുതെ കള്ളപ്പരാതി തന്നതാ. അലോകിനെ പോലെ നല്ലൊരു പയ്യൻ ഈ പ്രദേശത്തെങ്ങും വേറെ കാണില്ല. അവൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയാം. അവനെ ഇപ്പോൾ വിളിക്കുക. അല്ല സാറേ, അവനെതിരെ ആരെ പരാതി തന്നത് എന്ന് അച്യുതൻ ചോദിക്കും. നിങ്ങളുടെ അടുത്ത ആൾ തന്നെ എന്ന് അപ്പോൾ പറയാം. ദേവമംഗലത്ത് ബാലൻ എന്ന് പോലീസുകാരും പറയാണോ? അവനാണോ? കള്ളപ്പരാതിയാണ് സാറേ എന്ന് അച്യുതൻ പറയാം. അവരുടെ മകൾ അനുശ്രീക്കെതിരെ അലോക് കാണിച്ചു കൂട്ടിയതൊക്കെ ചേർത്ത് വലിയൊരു പരാതി തന്നിട്ടുണ്ട് എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ഹന്തം വിട്ട് നിൽക്കുകയാണ്. അനന്തനോട് ആ പോലീസുകാരൻ പറയും, അനന്ത സാറേ, അപ്പൊ സമയം കളയാതെ അവനെ ഇങ്ങോട്ട് വിളിച്ചേ, അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്ന് പറയാം. അലോക് എന്ന് അനന്ത വിളിക്കാം. ഏട്ടാ, ഇത് സമ്മതിക്കാൻ പാടില്ല എന്ന് അച്യുതൻ അപ്പം പറയാണ്. സാറേ, ആ ബാലൻ ഞങ്ങൾ ശത്രുക്കളാ. ഇത് ഞങ്ങളോടുള്ള പക വീട്ടാൻ അവർ കരുതിക്കൂട്ടി ചെയ്തിരിക്കുന്നതാ. എൻ്റെ മോനെ ജയിലിൽ കീട്ടാൻ അവൻ കള്ളപ്പരാതി തന്നതാ. സാർ ഈ കള്ളത്തരത്തിന് കൂട്ടി നിൽക്കരുത്. അപ്പോഴത്തേക്കും രാജശ്രീ ധർമ്മനെ മുന്നിലേക്ക് നിർത്തുക. എന്നിട്ട് പറയും, സാറേ, ബാലൻ്റെ നിഴല് പോലെ നടന്നിരുന്ന ആളാ ബാലൻ്റെ അളിയൻ. ഇപ്പം വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. ദുഷ്ടക്കൂട്ടങ്ങളാ സാറേ അവിടെ ഉള്ളവരെല്ലാം. അലോകിനെ അവർക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ. ഇത് കള്ളപ്പരാതിയാ സാറേ. ആദ്യം അലോകിനെ ചോദ്യം ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോഴല്ലേ കള്ളമാണോ സത്യമാണോ എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ എന്ന് വീണ്ടും പോലീസുകാരൻ പറയാം. അപ്പം അലോക് അങ്ങോട്ട് വരികയാണേ. പോലീസിനെയൊക്കെ കാണുമ്പം അലോകിന് നല്ല ഭയം തോന്നുകയാണ് കേട്ടോ. എന്താടോ അവിടെ തന്നെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചത് കേട്ടില്ലേ എന്ന് ആ പോലീസുകാരൻ അലോകിനോട് ചോദിക്കുക. പേടിച്ച് വരച്ച് അലോക് പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലുക. എന്താ സാർ, എന്താ അച്ഛാ, എന്താ കാര്യം എന്ന് ചോദിക്കുക. പെട്ടെന്ന് അച്യുതൻ അലോകിനെ ചേർത്ത് നിർത്തുക. എന്താ സാർ, എന്താ കാര്യം? നിനക്ക് അറിയില്ലല്ലേടാ വൃത്തികെട്ടവനെ എന്ന് പോലീസുകാരൻ ചോദിക്കുക. പെണ്ണുങ്ങളുടെ മേലെയാണോടാ നിന്റെ പരാക്രമം എന്ന് ചോദിക്കുക. എടാ, നിനക്കെതിരെ അനുശ്രീ പരാതി കൊടുത്തിട മോനെ എന്ന് രാജശ്രീ പറയാ. സാർ, ഇല്ല, ഇവനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വീണ്ടും പറയാണ് കേട്ടോ അച്യുതൻ. സാറേ, ആ അനുശ്രീയെ ഞങ്ങളെ ചതിച്ചത്. അവളെ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് അവൾക്കെതിരെ ഒരു പരാതി തന്നേക്ക്. അനുശ്രീയും ചോദ്യം ചെയ്യാം. എന്താ, അത് പോരെ എന്ന് പോലീസുകാരൻ ചോദിക്കാം. നിങ്ങളുടെ നമ്പറൊന്നും എടുക്കണ്ട. നിങ്ങളും കൂടി കൂട്ടി നിന്നാ ഇവനെ ഒരു ക്രിമിനൽ ആക്കിയത്. വളർത്തുഗുണം അത് ഞങ്ങൾ മരുന്ന് കൊടുത്ത് നേരെ ആക്കിക്കോളാം. ഇവനെ പോലുള്ളവർ കാരണോ പുതിയ പിള്ളേരൊക്കെ ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന. അയ്യോ സാറേ, അവനൊന്നും ചെയ്യല്ലേ എന്ന് പറയാം. അനന്തൻ പറയും, ഞങ്ങളൊരു വക്കീലിനെയും കൂട്ടി ഇവനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് എത്താം, അത് പോരെ എന്ന് ചോദിക്കാം. പറ്റില്ല അനന്ത സാറേ. അയ്യോ എന്നപ്പോൾ അച്യുതൻ പറയാം, നിങ്ങൾ വക്കീലിനെ കൊണ്ടുവന്നോ, അതിനൊന്നും ഞങ്ങൾ എതിരല്ല, പക്ഷേ ഇവനെ ഞങ്ങൾ കൊണ്ടുപോകും. അയ്യോ സാറേ, അത് ശരിയാകില്ല സാറേ എന്ന് ആനന്ദൻ അപ്പം പറയാണ്. അച്യുതനും രാജശ്രീയും പരസ്പരം നോക്കുക. പെട്ടെന്ന് ഇന്ദിരാമ്മ കൈകൂപ്പി പറയും, മോനെ, ഒരു പ്രാവശ്യത്തേക്ക് ഇവനോട് മാപ്പ് കൊടുക്കണം. ആ പെൺകുട്ടി അവളുടെ അച്ഛനും അമ്മയും കൂടി വന്ന പരാതി നൽകിയത്. ആ പരാതി സത്യസന്ധമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് പറയാം. എനിക്ക് പേടിയാകുന്നു എന്ന് അലോക് അപ്പം പറയാണ് അച്യുതനോട്. അച്യുതൻ പറയും, സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ സാറേ? വേണമെങ്കിൽ ഞാനൊരു പേഴ്സണലായിട്ട് സാറിനെ വന്നൊന്ന് കാണാം. സാറിന് എന്ത് വേണമെങ്കിലും കാണാം. താൻ എന്താടോ എന്നെപ്പറ്റി കരുതി കൂട്ടി വെച്ചിരിക്കുന്നത്? കാക്കിയിട്ടവരെല്ലാം കൈക്കൂലി വാങ്ങുന്നവരാണെന്നാണോ താൻ കരുതി വെച്ചിരിക്കുന്നത്? ഇവനിങ്ങനെ ആയതിനുള്ള കാരണം ഇപ്പം എനിക്ക് മനസ്സിലായി. വാട ഇവിടെ എന്ന് പറഞ്ഞ് അലോകിനെ വിളിക്കാം. അയ്യോ സാറേ, ഞാൻ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം. പെട്ടെന്ന് നന്ദിനിയും പറയും, ഞങ്ങളുടെ കുഞ്ഞിനെ ഉപദ്രവിക്കല്ലേ സാറേ എന്ന് പറയാം. അപ്പം ധർമ്മനും പറയും, സാറേ, ഇവനെ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിക്കാം പ്ലീസ് സാർ എന്ന് പറയാം. ഇവനെ കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം എന്ന് പറയാം. പെട്ടെന്ന് അലോക് ഓടാൻ നോക്കൂട്ടോ. അപ്പോൾ പോലീസുകാരെല്ലാവരും കൂടി അലോകിന് പിന്നാലെ ചെല്ലുകയാണ്. എന്നിട്ട് അവനെ പിടിക്കാനായിട്ട് നോക്കുവാണ് കേട്ടോ.
അങ്ങനെ പോലീസുകാരെല്ലാം ഓടിപ്പോയി അലോകിനെ പിടിക്കുക. അപ്പോൾ അലോക് ഓടിപ്പോയ ദേഷ്യവും കൂടി ചേർത്ത് അലോകിനിട്ട് 2 ആദ്യം തന്നെ CI കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അച്യുതനാണ് ഓടി വരും. അയ്യോ സാറേ, എൻ്റെ പൊന്നു മോനെ ഉപദ്രവിക്കല്ലേ സാറേ എന്ന് പറയാം. അനന്തേട്ട നോക്കേട്ട, നമ്മുടെ കൊച്ചിനെ ഉപദ്രവിക്കുന്നു. പെട്ടെന്ന് അനന്തനും വന്ന് എടെ കയറുക. എന്നിട്ട് അലോകിനെ പിടിച്ചോണ്ട് പോലീസുകാർ പോവുക. അയ്യോ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. ഇതേ സമയം ദേവമംഗലത്തുള്ളവരെല്ലാം ഈ ബഹളം കേട്ടുകൊണ്ട് എന്താണെന്ന് അറിയാൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അച്ഛ എന്നെ കൊണ്ടുപോകുന്നു. ഇതേ സമയം രാജശ്രീയും കിടന്ന് കരയാ. എൻ്റെ മോനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ മോനെ കൊണ്ടുപോകല്ലേ എന്നും പറയാം. അലോക് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് കയറാനായിട്ട് നോക്കൂട്ടോ. അപ്പോഴേക്കും പോലീസുകാർ വീണ്ടും വിളിക്കും. എന്നിട്ട് എടുത്തിട്ടടിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കാണുമ്പം ആരിന് ചിരി വരിക. അവൻ അങ്ങനെ തന്നെ വേണം, നല്ല 2 തല്ലും കൂടി കൊടുക്കട്ടെ പോലീസുകാരെന്ന് പറയാം. പക്ഷെ മിത്രയ്ക്ക് സങ്കടം വരുന്നുണ്ട്. ഒന്നുമല്ലേലും അവളുടെ ആങ്ങളെയാണല്ലോ. ഇതേ സമയം ബാലനും ഗോമതിയും അനുശ്രീയും കൂടി ഒരു ഓട്ടോയിൽ അങ്ങോട്ട് വരിക. അച്ചുവേട്ട എൻ്റെ മോനെ കൊണ്ടുപോകലെന്ന് പറ അച്ചുവേട്ട എന്ന് പറഞ്ഞ് രാജശ്രീ അവിടെ നിന്ന് കരയാം. അച്യുതനാണെങ്കിൽ പോലീസുകാർ പിടിച്ച് വണ്ടിയിലിട്ട് അലോകിൻ്റെ അടുത്തേക്ക് ചെല്ലാം. മോനെ അലോകെ നീ പേടിക്കണ്ട എന്ന് പറയാം. അനന്തനും ചെല്ലുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ വരാം, ഞങ്ങളിപ്പം പിന്നാലെ തന്നെ വരാം. അച്ചുവേട്ട അവനെ കൊണ്ടുപോയി അച്ചുവേട്ട, എൻ്റെ കുഞ്ഞ്, അയ്യോ അവരെൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കും അച്ചുവേട്ട, എന്തെങ്കിലും ചെയ്യ അച്ചുവേട്ട എന്നും പറഞ്ഞ് കരയാം. അപ്പം ഓട്ടോക്കാർക്ക് പൈസയൊക്കെ കൊടുത്ത് ബാലനും ഗോമതി അനുശ്രീയും കൂടി പെട്ടെന്നാണ് ഇറങ്ങുന്നത്. അവരെ കാണുമ്പോഴത്തേക്കും അച്യുതന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. പെട്ടെന്ന് ബാലന് നേരെ ചെല്ലുകയാണ്. എടാ ബാല, എൻ്റെ മകനോട് നീ ചെയ്തതിന് നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതണ്ടടാ എന്ന് പറയാം. അപ്പം ഇത്ര പെട്ടെന്ന് പോലീസുകാർ പിടിച്ചോണ്ട് പോകുമെന്ന് അനുശ്രീ കരുതിയില്ല. അപ്പം ധർമ്മനാണെങ്കിൽ ഇടയ്ക്ക് വരും. അച്ചുവേട്ട ഇപ്പം അടിയും ബഹളവും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, എത്രയും വേഗം അലോകിനെ പുറത്തിറക്കാനുള്ള വഴി നോക്ക് എന്ന് അച്യുതനോട് പറയാണ് കേട്ടോ. അപ്പം രാജശ്രീ ആണെങ്കിൽ അനുശ്രീ തന്നെ കണ്ണു തുറിച്ച് നോക്കി നിൽക്കുക. അച്യുത നോക്കി നിൽക്കാൻ സമയമില്ല, എത്രയും വേഗം നമുക്കൊരു നല്ല വക്കീലിനെ ഏർപ്പാടാക്കാം, വാ ആദ്യം അതിൻ്റെ കാര്യം നോക്കാം, അതിനുശേഷം ബാക്കിയെല്ലാം എന്ന് പറയാം. ഏട്ടാ ബാല, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നീ ജയിച്ചെന്നാണോ കരുതിയേ? എൻ്റെ മകനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചല്ലേ, എന്ന് ഉച്ചയ്ക്ക് മുന്നേ എൻ്റെ മോനെ ഞാൻ പുറത്തിറക്കും, അതിനുശേഷം നമ്മളൊന്ന് കാണുന്നുണ്ട് നേർക്കുനേർ. അപ്പം ആരും പറയും, ഓ ആയിക്കോട്ടെ നമുക്ക് നേർക്കുനേർ തന്നെ കാണാം എന്ന് പറയാം. ആദ്യമേ അവനെ ഒന്ന് പുറത്തിറക്ക്, ബാക്കി പിന്നീട് സംസാരിക്കാം, ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ എന്ന് പറയാം. അപ്പം ധർമ്മം പറയും, എടാ മിണ്ടാതിരിയടാ എന്ന് പറയാം. അപ്പം അച്യുതൻ പറയും കേട്ടോ, അതേടാ നമ്മൾ നേർക്കുനേർ കാണും, കാണാം എന്ന് ആരും പറയാം. പെട്ടെന്ന് ബാലൻ ആര്യ എന്ന് പറഞ്ഞ് വിളിക്കും. വേണ്ട ഒന്നും പറയണ്ട എന്ന് ആര്യനെ തടയുവാണ് കേട്ടോ. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും നിൽക്കുക. അപ്പം വീണ്ടും അച്യുതൻ പറയും, ബാല ഇതിന് ഞാൻ നിനക്ക് തിരിച്ചൊരു പണി തന്നില്ലെങ്കിൽ എൻ്റെ പേര് അച്യുതനെന്നല്ലടാ, ഓർത്തോ നീ ചെവിയിൽ നുള്ളിക്കോടാ എന്ന് വീണ്ടും പറയാം. അപ്പം അതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും അനുസരിക്ക് നല്ല ഭയം തോന്നുക. അമ്മേ എന്നും പറഞ്ഞ് വിളിക്കുക. പെട്ടെന്നാണെങ്കിൽ ഗോമതി പറയും, നീ സമാധാനപ്പെട്, ഞങ്ങളില്ലേ എന്ന് പറയാം. അച്ചുവേട്ട വന്നേ, നമുക്ക് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ധർമ്മൻ ഒരു വിധത്തിൽ അച്യുതനും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. കൃഷ്ണമംഗലത്തെ ഓരോരുത്തരായിട്ട് തിരിച്ചു പോവാ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും ആകെ ഭയന്ന് നിൽക്കുകയാണേ അനുശ്രീ ബാലൻ അവരെയും വിളിച്ചുകൊണ്ട് ദേവമംഗലത്തേക്ക് കയറി പോവാണേ. അപ്പം മിത്രയാണെങ്കിൽ റൂമിലേക്ക് വന്ന് അവിടെ ഇരിക്കുക. ഷോ എന്നും പറഞ്ഞ് ആകെ ടെൻഷനോട് കൂടി തന്നെയാണ് മിത്ര ഇരിക്കുന്നത്. ഇതിപ്പം ആകെ പ്രശ്നമാകുമോ എന്നൊക്കെയുള്ള ചിന്ത മിത്രയുടെ മനസ്സിലേക്ക് കടന്നു വരിക. പെട്ടെന്ന് ആരും അങ്ങോട്ട് വരിക. എന്താടോ തനിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുക. ഏയ് താനെന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത് എന്ന് ചോദിക്കാം. ആലോകിനെ അറസ്റ്റ് ചെയ്തതിൽ തനിക്ക് നല്ല സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കാം. എന്തു പറ്റി, അതാണോ കാര്യം? ഏയ് ഒന്നുമില്ല എന്ന് മിത്ര പറയോ. ഒന്നുമില്ലേ എന്ന് അപ്പം ആര്യൻ വീണ്ടും ചോദിക്കാം. അത് കള്ളം, സത്യം പറഞ്ഞോ എന്ന് ചോദിക്കാം. എൻ്റെ മുഖത്ത് നോക്കി പറ, ഒരു സങ്കടവും എനിക്കില്ലേ എന്ന് വീണ്ടും ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും മിത്രയാണെങ്കിൽ ആര്യൻ്റെ അടുത്തുനിന്ന് എഴുന്നേറ്റങ്ങ് മാറുകയാണേ. അപ്പോൾ ആര്യനും മിത്ര അടുത്തേക്ക് ചെല്ലുക. എനിക്ക് മനസ്സിലാകുന്നുണ്ട് തൻ്റെ സങ്കടത്തിൻ്റെ കാര്യമൊക്കെ, ഞാൻ ശ്രദ്ധിച്ചു, അലോകിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടപ്പം തനിക്കത് ഫീൽ ചെയ്തു അല്ലേ എന്ന് വീണ്ടും ചോദിക്കാം. എന്തൊക്കെയായാലും എൻ്റെ സഹോദരനല്ലേ ആര്യ അത് എന്ന് ചോദിക്കാം. ജന്മം കൊണ്ട് സഹോദരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മിത്ര എന്ന് ആര്യം പറയാം. പ്രവൃത്തി, സ്വഭാവം, മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന രീതി, ഇതൊക്കെയല്ലേ പ്രധാനം. അതിലേതെങ്കിലും ഒരു കാര്യത്തിൽ നല്ല ഗുണം അവനുണ്ടോ? എന്നെ സംബന്ധിച്ചിട്ടേ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ ചതിയനും ഫ്രോഡുവാ എന്ന് പറയാം. എൻ്റെ അനിയത്തിയെ നല്ല ജീവിതം തകർക്കാൻ നോക്കിയവൻ എന്ന് ആര്യം പറയാം. അവനെക്കുറിച്ച് 1000 കുഴപ്പങ്ങൾ ഞാൻ പറയാം, ഒരു നല്ല കാര്യമെങ്കിലും തനിക്ക് പറയാനായിട്ട് സാധിക്കുമോ എന്ന് മിത്രയോട് ചോദിക്കാം. അപ്പം അതിനൊന്നും മിത്രയ്ക്ക് മറുപടിയില്ല. അവൻ നല്ലവനാണെന്നോ അവനെ പോലീസ് പിടിച്ചത് ശരിയായില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് എന്ന് മിത്ര അപ്പം പറയണം.
ഈ ഒരു അവസ്ഥയിൽ അവനെ കണ്ടപ്പം പഴയ ചില കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചു. അത്രയേ ഉള്ളൂ എന്ന് മിത്ര പറയാം. ഒരുമിച്ച് കളിച്ച് വളർന്നത്, ഒരുമിച്ച് സ്കൂളിൽ പോയത്, അതൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നത്, യാത്രകൾ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ എനിക്ക് അവനും ഒപ്പം ഉണ്ട്. ഞാൻ അവനെ കാണുമ്പോൾ ഓർക്കുന്നതേ എൻ്റെ അനിയത്തിയെ ചതിച്ചവനെന്ന എന്ന് ആരും പറയും. ഏടത്തിയെ അപായപ്പെടുത്താൻ നോക്കിയവൻ, ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്ത കൊലപാതകി, തന്നെ ദ്രോഹിക്കാൻ നോക്കിയവനെന്നൊക്കെയാ, അല്ലാതെ വേറൊന്നുമല്ല. അവനൊന്നും ഒരിക്കലും നേരെയാകാൻ പോകുന്നില്ല എന്ന് ആര്യം പറയാണ്. അങ്ങനെയൊന്നും പറയല്ലേ ആര്യ എന്നപ്പം മിത്ര പറയും. എന്താ എന്നപ്പം ആര്യം ചോദിക്കുക. എത്ര ക്രൂരനും ദുഷ്ടനും എപ്പം നന്നാവുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ആ ലോകം ചിലപ്പോൾ നല്ല സ്വഭാവത്തിലേക്ക് വരും എന്ന് പറയാം. അവനോ നല്ലവനായി പോകുന്നു, വെറും സ്വപ്നം മാത്ര. താനേ കാക്ക മലർന്നു പറക്കൂന്ന് പറ, ഞാൻ സമ്മതിക്കാം. പക്ഷേ അലോക് നേരെയാകുമെന്ന് മാത്രം നീ പറയരുത് മിത്ര. അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. വല്ലവൻ്റെയും തല്ലുകൊണ്ടായിരിക്കും അവൻ്റെ അവസാനം എന്ന് ആര്യം തീർത്തു പറയാം. അത് കേൾക്കുമ്പോൾ മിത്രയ്ക്ക് കരച്ചിൽ വരികയാണ്. മിത്ര അവിടെ നിന്ന് കരയാം. എടോ, തന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ. അവൻ്റെ സ്വഭാവം തനിക്കും അറിയാവുന്നതല്ലേ. പക്ഷേ എല്ലാവർക്കും ചില ഓർമ്മകൾ വരില്ലേ ആര്യ? പെട്ടെന്ന് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് ആര്യനെ കല്യാണം കഴിക്കുന്നത് വരെയും അവൻ എനിക്ക് നല്ല സഹോദരൻ തന്നെ ആയിരുന്നു എന്ന് പറയാം. സോറി എൻ്റെ വാക്കുകൾ തന്നെ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ വീണ്ടും സോറി പറയാം. ഇത്രയും നല്ല മനസ്സുള്ള താൻ ആ വീട്ടിലുണ്ടായിട്ട് എന്താണ് നന്മയെന്നും എന്താണ് സ്നേഹമെന്നൊന്നും പഠിക്കാൻ അവന് പറ്റിയില്ലല്ലോടോ എന്ന് ആര്യം പറയാണേ. അത് കേൾക്കുമ്പോൾ മിത്ര ചിന്തിക്കുക, തൻ്റെ ഈ കണ്ണുനീര് ഞാൻ തുടയ്ക്കാം, പക്ഷേ അതിന് കാരണം ഒരിക്കലും തുടച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. പക്ഷെ എന്ത് വന്നാലും അവന് ഞാൻ മാപ്പ് കൊടുക്കില്ല. അവനോട് ക്ഷമിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കത്തുമില്ല. അത്രയ്ക്ക് വലിയ ചതിയാ അവൻ ഈ കുടുംബത്തോട് ചെയ്തത്. എനിക്കറിയാം. അവനെ തൻ്റെ അച്ഛനും ഇളയച്ചനും കൂടി ജാമ്യത്തിലിറക്കും, അതെനിക്കറിയാം. അതിനുശേഷം വലിയൊരു ഭൂകമ്പമായിരിക്കും കൃഷ്ണമംഗലത്തും ദേവമംഗലത്തും നടക്കാൻ പോകുന്നതും. അതും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനത് നേരത്തെ തന്നെ ഊഹിച്ചു കഴിഞ്ഞു മിത്ര. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നല്ലൊരു വഴക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ ഈ സമാധാനാവസ്ഥയൊക്കെ ഇതോടുകൂടി നഷ്ടപ്പെടും എന്ന് ആരും പറയാം. ഇത് കേൾക്കുന്ന മിത്രയ്ക്ക് വീണ്ടും സങ്കടം വരികയാണ് കേട്ടോ. തൻ്റെ അച്ഛനും അമ്മയും തന്നോടൊന്ന് പതിയെ അടുത്ത് വന്നതാ, അതൊക്കെ ഇതോടുകൂടി നഷ്ടപ്പെടും എന്നുള്ള ഭയം മിത്രയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അതോടുകൂടി ഇന്നത്തെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.